ഹായ് ഗായ്സ്, ഞാനിപ്പോ മുത്തശ്ശന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആള് പഴയ പട്ടാളമാണ് കേട്ടോ. ഇതാണ് എന്റെ മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശന്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് മുത്തശ്ശൻ കാണുന്ന സിനിമകളുടെ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ കണ്ട സിനിമകൾ തന്നെയായിരിക്കും. എന്നിരുന്നാലും മുത്തശ്ശൻ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, മുത്തശ്ശന് പറയുമ്പോൾ മുത്തശ്ശനൊരു സന്തോഷമല്ലേ. പിന്നെ എല്ലാവരെയും കാണാൻ പറ്റാത്ത ഒരു സാധനം ഇവിടെ ഉണ്ട്. അതാണ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ എല്ലാ ന്യൂസും കേട്ടുകൊണ്ടിരുന്നത് ഇതിലൂടെ. അങ്ങനെ ഞാനിപ്പോ വേറൊരു പട്ടാളക്കാരന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന ചെടിയും ചെറിയ ചെറിയ കൃഷിയെല്ലാം നമ്മുടെ വലിയച്ഛന്റെ കണ്ടപ്പം എന്ന് വെച്ചാൽ പട്ടാളക്കാരന്റെ അച്ഛന്റെ. ആള് പഴയൊരു കൃഷിക്കാരനും കൂടി ആയതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ ഒരിക്കലും വെറുതെ ഇരിക്കാത്ത ഒരു വ്യക്തിയാണ്. കുറച്ച് മാസങ്ങളും കൂടെ കഴിഞ്ഞാൽ ഈ വീട് കാണാതെ ഈ വള്ളികൾ മാത്രമേ വീടിന് ചുറ്റും കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ പട്ടാളക്കാരൻ കുഴിച്ച കുളമാണ് കേട്ടത്. ഇതിനകത്ത് ഇഷ്ടംപോലെ മീനുകളുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഒക്കെ ഉറങ്ങാണ് തോന്നുന്നു. വേറൊരു മീൻ തൊട്ടിയിൽ മീനുകളെ നോക്കാൻ പോയപ്പോ കണ്ടത് എന്റെ മുഖം തന്നെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് വലിയമ്മയും ചേച്ചിയും കുട്ടിയും കൂടെ ടൈലർ ഷോപ്പിൽ പോയിട്ട് വരുമ്പോൾ എന്തൊക്കെയോ മേടിച്ചിട്ട് ചെക്കൻ ഒരു തോക്കും കയ്യിൽ കൊടുത്തിട്ട് വരുന്ന വഴി പൊട്ടിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല പാവത്തിന്. അങ്ങനെ ഇരിക്കുകയാണ് ഇവന്റെ കോളേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഇവനെ വിളിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോയത്. അങ്ങനെ അവനെയും വിളിച്ചിട്ട് തിരിച്ച് ചെക്കൻ്റെ അവിടെ വന്നപ്പോഴാണ് അവൻ പിന്നെയും നോക്കണം ഈ മരഭൂതങ്ങളൊക്കെ പിന്നെയും വന്നാന്ന് പറഞ്ഞു. ചെക്കൻ പേടിച്ചിട്ട് കുടുകുടുകൂടുന്ന് പറഞ്ഞിട്ട് ഉള്ളിക്ക് ഓടിയിട്ടുണ്ട്. അവൻ പിന്നെ തിരിച്ചൊരു വണ്ടി എടുത്തിട്ട് ഒരു തോക്കും കയ്യിൽ വെച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വന്നിരിക്കുകയാണ്. തോക്ക് നമ്മുടെ അനിയൻ വാങ്ങിച്ചപ്പോ ചെക്കൻ ചെറുതായിട്ട് സാഡായി തോന്നുന്നു. ഇവൻ എന്താടാ അപ്പൊ അണ്ടി പോയ അണ്ണാനെ പോലെ എങ്ങനെ പോണെന്ന് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. നമ്മുടെ അനിയൻ ആ തോക്കിനെ എങ്ങനെ ആക്കി ആ പോയ അണ്ണൻ പിന്നെ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ തോക്ക് ശരിയാക്കി കൊടുത്തപ്പോൾ ഉള്ള സന്തോഷം ഉണ്ട് അവന്റെ മുഖത്ത്. അങ്ങനെ തോക്ക് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ബാറ്റ് ആയിട്ടുണ്ട്. വലിച്ചിട്ട് കിട്ടാണ്ടായപ്പോ അവൻ കയറെടുത്തിട്ടൊക്കെ അടിക്കാൻ നോക്കും. അങ്ങനെ ചെറുക്കന് ബാറ്റ് കിട്ടാത്ത നിരാശയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. ബൈ ബൈ.